നമസ്കാരം. തരുൺ മൂർത്തിയുടെ തുടരും സിനിമ പറഞ്ഞത് പത്തനംതിട്ടയിലെ പോലീസ് കഥയാണ്. റാന്നിയിലെ പോലീസ് കൊലപാതകം ബെൻസിന്റെ തലയിൽ വെച്ച് കെട്ടിയ കഥ. ഇപ്പോഴിതാ കൊന്നിയിലെ മാങ്കോസ്റ്റിൻ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ അജ്ഞാതനെ കണ്ടെത്തിയ സംഭവത്തിന്റെ അന്വേഷണം ചെന്ന് നിൽക്കുന്നത് കോയിപ്രം പോലീസ് സ്റ്റേഷനിലാണ്. മരിച്ചയാളുടെ 4 വാരിയെല്ലുകൾ ഒടിഞ്ഞതും ശരീരത്തുള്ള ഉരഞ്ഞ പാടുകളും പിൻഭാഗത്ത് ചൂരൽ പ്രയോഗം കിട്ടിയതിന്റെ തെളിവുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അക്കമിട്ട് നിർത്തുന്നു. കൊടിയ പോലീസ് മർദ്ദനത്തിലേക്ക് ഈ സൂചനകൾ നീളുമ്പോൾ അന്വേഷണം രഹസ്യമാക്കി പോലീസുകാരെ രക്ഷിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്നാണ് സംശയം. തുടരും സിനിമയിൽ എന്നതിനെ പോലെ പോലീസ് കൊലകൾ യാഥാർത്ഥ്യമാണെന്ന് വിരൽ ചൂണ്ടുന്ന കേസ്. കഞ്ചാവ് ബീഡി വലിച്ചതിന് കോയിപ്രം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ച കോയിപ്രം വരയന്നൂർ മുട്ടപ്പള്ളിയിൽ കോളനി വാലുപറമ്പിൽ വീട്ടിൽ KM സുരേഷിന്റെ മൃതദേഹമാണ് മാർച്ച് 22 രാവിലെ കൊന്നി സ്റ്റേഷൻ പരിധിയിൽ പ്രമാടം പഞ്ചായത്ത് 5-ാം വാർഡിൽ ഇളക്കൊള്ളൂർ പാലം ജംഗ്ഷന് സമീപം ബിജു ഫിലിപ്പിന്റെ മാങ്കോസ്റ്റിൻ തോട്ടത്തിൽ കണ്ടെത്തിയത്. കൊന്നി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ 4 വാരിയെല്ലുകൾ ഒടുങ്ങിയിരുന്നുവെന്ന് ഡോക്ടർ കണ്ടെത്തി. മേലാസകലം ഉരഞ്ഞതിന്റെയും പിൻഭാഗത്ത് ചൂരൽ കൊണ്ട് അടിയേറ്റതിന്റെയും പാടുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. പ്രമാടം പഞ്ചായത്ത് അംഗം മനോജാണ് കൊന്നി പോലീസ് സ്റ്റേഷനിൽ അജ്ഞാത മൃതദേഹം കണ്ട വിവരം അറിയിക്കുന്നത്. അസ്വാഭാവിക മരണത്തിന് കൊന്നി പോലീസ് കേസെടുത്തു. പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലുകളോടെ കേസിന്റെ ഗതി മാറി. എന്നാൽ വകുപ്പുകൾ അധികമായി ചേർത്ത് ഒരു FIR ഉണ്ടായില്ല. പകരം രഹസ്യമായി അന്വേഷണം തുടങ്ങി. അതാണ് കോയിപ്രം പോലീസിൽ എത്തി നിൽക്കുന്നത്. മാർച്ച് 16 വൈകിട്ട് 6:45 വരയന്നൂർ സബ് കനാലിന് സമീപത്താണ് പോലീസ് പെട്രോളിംഗ് പാർട്ടിയിൽപ്പെട്ട ഗ്രേഡ് SI S ഷൈജു, CPO അനന്തകൃഷ്ണൻ എന്നിവർ സുരേഷിനെ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയത്. പോലീസിനെ കണ്ട് ഇയാൾ വലിച്ചുകൊണ്ടിരുന്ന ബീഡി എറിഞ്ഞു കളഞ്ഞു. അന്തരീക്ഷത്തിൽ കഞ്ചാവിന്റെ മണമുള്ളതിനാൽ സംശയം തോന്നി സുരേഷ് കളഞ്ഞ ബീഡിക്കുറ്റി പെട്രോളിംഗ് പാർട്ടി പരിശോധിച്ചു. കഞ്ചാവും ചുക്കയും ഇടകലർത്തിയ ബീഡിയായിരുന്നു ഇത്. തിരുവല്ലയിൽ നിന്ന് വാങ്ങിയതാണെന്ന് പോലീസിനോട് സമ്മതിച്ചു. തുടർന്ന് തിരുവല്ല DYSPയുടെ അനുമതിയോടെ കേസ് രജിസ്റ്റർ ചെയ്ത് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പിന്നീട് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചു. എന്നാൽ ഇയാളുടെ ബൈക്ക്, മൊബൈൽ ഫോൺ എന്നിവ കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിച്ചു. മാർച്ച് 19 വീണ്ടും ചോദ്യം ചെയ്യാൻ കോയിപ്രം സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. 22 കൊന്നിയിലെ തോട്ടത്തിൽ മൃതദേഹം കണ്ടു. സംഭവം നടക്കുന്നതിന് 2 ദിവസം മുൻപ് രാത്രി 3 പേർ വന്ന് സുരേഷിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയെന്ന് മാതാവ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സുരേഷ് ഒരാളുടെ വാഹനത്തിൽ ഡ്രൈവറായി പോകുന്നയാളാണ്. തന്നെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് സുരേഷ് വാഹന ഉടമയോട് പറഞ്ഞതായി അദ്ദേഹം കൊന്നി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. 1 വർഷമായി സുരേഷ് ഭാര്യയുമായി പിണങ്ങി ജീവിക്കുകയാണ്. മാർച്ച് 19 ഇയാളെ ചോദ്യം ചെയ്ത് വിട്ടയച്ചുവെന്നാണ് കോയിപ്രം സ്റ്റേഷനിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത് എന്നാണ് കൊന്നി DYSP രാജപ്പൻ റാവുത്തർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോയിപ്രം പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുവെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വാരിയെല്ലുകൾ ഒടിഞ്ഞതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. തൂങ്ങി മരിച്ചതിനിട്ട FIR മാത്രമാണ് നിലവിലുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പുകൾ മാറ്റി FIR ഇട്ടിട്ടില്ലെന്നും DYSP പറഞ്ഞു. തൂങ്ങി മരണമാണ് സുരേഷിന്റേത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. എന്നാൽ ശരീരത്തിലെത്തിയ പരുക്കുകൾക്ക് 2 മുതൽ 6 ദിവസം വരെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. കോയിപ്രം പോലീസ് 2ാമത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിടം മുതലാണ് ദുരൂഹത ഉടലെടുത്തിരിക്കുന്നത്. ഇയാളെ ജീവനോടെ വിട്ടയച്ചോ അതോ പോലീസ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതോ എന്ന സംശയമാണ് ഉയരുന്നത്. കോയിപ്രത്തുകാരനായ സുരേഷ് എന്തിന് ജീവനൊടുക്കാൻ 25 കിലോമീറ്ററുകൾ അകലെ തനിച്ച് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ലാത്ത കൊന്നിയിലെ തോട്ടം തെരഞ്ഞെടുക്കണമെന്ന ചോദ്യവും ബാക്കിയാണ്. സംഭവം നടന്ന് ഇത്രയും ദിവസമായിട്ടും വിവരം രഹസ്യമാക്കി വെച്ചുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ളത്. മരിച്ച സുരേഷിന്റെ വീട്ടുകാർക്കും സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാകാത്തത് പോലീസിന് തുണയാണ്. നിസ്സാരമായ ഒരു കേസിന്റെ പേരിൽ ബൈക്കും ഫോണും പിടിച്ചു വച്ചത് സുരേഷിന് മാനസിക വിഷമം സൃഷ്ടിച്ചിരുന്നു. തന്റെ വാഹനത്തിന്റെ ഉടമയോട് ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു. കൊന്നി പോലീസ് എല്ലാവരുടെയും മൊഴിയെടുത്തിട്ടുണ്ട്. പോലീസ് മർദ്ദനത്തിലേക്ക് തന്നെയാണ് ഇതുവരെയുള്ള അന്വേഷണം ചെന്ന് നിൽക്കുന്നത്. സുരേഷിന് മർദ്ദനമേറ്റിരിക്കുന്നത് ആദ്യം കസ്റ്റഡിയിലെടുത്ത മാർച്ച് 16 അത് പോലീസിൽ നിന്നുണ്ടായ തന്നെയാണെന്ന് ഏറെക്കുറെ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങി മരണമാണ്. സുരേഷ് തൂങ്ങി മരിക്കാൻ എന്തിന് കൊന്നി തിരഞ്ഞെടുത്തു എന്ന സംശയവും ബാക്കിയാണ്. കോയിപ്രം പോലീസ് ഒരുപാട് കാര്യങ്ങൾ മറക്കുന്നുണ്ട്.
കഞ്ചാവ് ബീഡി വലിച്ചെന്ന കുറ്റത്തിനാണ് സുരേഷിനെ കസ്റ്റഡിയിലെടുത്തത്. ക്രൂരമർദ്ദനം ഇയാൾക്ക് നേരിടേണ്ടി വന്ന സാഹചര്യം വ്യക്തമല്ല. കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഫോണും ബൈക്കും പിടിച്ചുവെച്ചു. സുരേഷ് ആവശ്യപ്പെട്ടിട്ടും ഇത് തിരിച്ചു കൊടുത്തില്ല. സുരേഷ് മരിച്ചതോടെ സഹോദരനെ വിളിച്ചു വരുത്തി രഹസ്യമായി ഇത് രണ്ടും കൊടുത്തുവിടുകയായിരുന്നു. അതിന് ഒരു രേഖയും പോലീസ് സൂക്ഷിച്ചിട്ടില്ലെന്നും ശ്രദ്ധേയമാണ്.